നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊല്ലാൻ ഭയമില്ലാത്തവന് ചാകാൻ എന്തിനു ഭയക്കണം? വെഞ്ഞാറമൂട്ടിലെ അഫാൻ കേസിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. അഫാൻ എന്ന 23-കാരൻ പക്ക ഫ്രോഡെന്ന് രാസപരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു. സാറേ 6 പേരെ കൊന്നു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ എലിവിഷം കഴിച്ചുവെന്നാണ് വെഞ്ഞാറമൂട് പോലീസിൽ കീഴടങ്ങാൻ ചെന്ന അഫാൻ പറഞ്ഞത്. ഒരു സംഘം പോലീസ് ഉടനെ അഫാനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഒരു സംഘം പോലീസ് അഫാൻ പറഞ്ഞ വീടുകളിൽ പരിശോധനയ്ക്ക് പോയി. ഇതാണ് അന്നത്തെ ആ ഭീകരതയുടെ തുടക്കം. അഫാന്റെ രാസപരിശോധന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഉള്ളിൽ ചെന്ന എലിവിഷത്തിന്റെ അളവ് ഏറ്റവും ചെറിയ തോതിലുള്ളതാണ്. അതായത് പൊട്ടും പൊടിയും മാത്രമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നതെന്ന്. മരണം സംഭവിക്കാൻ മാത്രമുള്ള അളവിലുള്ളത് കഴിച്ചിട്ടില്ല. എന്തിനേറെ ആന്തരിക അവയവങ്ങൾക്ക് പോലും കേടുപാടുകളില്ല. സാധാരണ ആത്മഹത്യ ചെയ്യാൻ എലിവിഷം കഴിച്ചാൽ ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകും. ലിവർ, കിഡ്നി, ഹാർട്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഇവയ്ക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കും. എന്നാൽ അത്തരം ഒരു പ്രശ്നങ്ങളും അഫാൻ ഇല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അഫാൻ നടത്തിയ ഈ നീക്കത്തിലൂടെ ഒന്ന് വ്യക്തമാണ്: ചാകാൻ വേണ്ടിയല്ല, കൂട്ടക്കൊല നടത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് വരുത്താൻ പക്ക പ്ലാൻ ഉണ്ടാക്കി അഫാൻ. എലിവിഷം ശീതള പാനീയത്തിൽ ചേർത്താണ് കഴിച്ചതെന്നും പിന്നീടാണ് മദ്യപിച്ചതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്ന് വരുത്താൻ മാത്രം പേരിന് എലിവിഷം കഴിച്ചു. ഇതിനു മുൻപും ആത്മഹത്യാ നാടകങ്ങൾ നടത്തിയിട്ടുള്ള അഫാന് ഇത്തവണത്തെ പ്ലാനും പിഴച്ചില്ല. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചാലും ചാകാതിരിക്കാൻ എങ്ങനെ മുൻകരുതൽ എടുക്കണമെന്ന് അഫാന് കൃത്യമായ ധാരണയുണ്ട്. കൂട്ടക്കൊലപാതകം നടത്തി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അഫാൻ അറിയാം. അതുകൊണ്ട് പോയി കീഴടങ്ങുന്നു. കേസ് കോടതിയിലെത്തുമ്പോൾ പയറ്റുന്നതിന് വേണ്ടിയാണ് മനോരോഗിയാണെന്ന് തെളിയിക്കാൻ സമനില തെറ്റിയെന്ന നാടകമിറക്കിയത്. പക്ഷെ അത് പൊളിഞ്ഞു. മെഡിക്കൽ കോളേജിലെ മാനസികരോഗ വിദഗ്ധൻ തന്നെ വ്യക്തമാക്കി അഫാന് മാനസിക പ്രശ്നങ്ങളില്ല എന്നുള്ളത്. പിന്നെ കുറഞ്ഞ ശിക്ഷ കിട്ടുന്നതിന് വേണ്ടിയാണോ കൊല നടത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന നാടകവും ഇറക്കിയതെന്ന സംശയമാണ് ശക്തമാകുന്നത്. കൊല നടത്താനും ആത്മഹത്യയ്ക്കും ഗൂഗിളിൽ തിരഞ്ഞ അഫാൻ ഉറപ്പായും കൊലപാതകം നടത്തിയാൽ കിട്ടാവുന്ന ശിക്ഷയെക്കുറിച്ചും ഫോണിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാകും. ആത്മഹത്യ ചെയ്യാൻ ഒരാൾ കഴിക്കുന്ന എലിവിഷം എത്രയായിരിക്കും? ചാകാൻ പോകുന്നവൻ അളവ് നോക്കിയല്ലല്ലോ അതോടെ എടുത്തങ്ങ് കഴിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ അഫാൻ അതിൻ്റെ പൊട്ടും പൊടിയും മാത്രമാണ് കഴിച്ചിരിക്കുന്നത്. എലിവിഷം കഴിക്കുക എന്നത് അത്ര നിസ്സാര സംഭവമൊന്നുമല്ല. അടുത്തിടെ നമ്മൾ കുറച്ച് വാർത്തകൾ കേട്ടിട്ടില്ലേ? ടൂത്ത് പേസ്റ്റ് എന്ന് കരുതി അറിയാതെ എലിവിഷം വായിൽ വെച്ച കുട്ടി മരിച്ചു. എലിവിഷം വെച്ച മുറിയിൽ AC ഇട്ട് കിടന്നുറങ്ങി കുട്ടികൾ മരിച്ചു എന്നൊക്കെ. അത്ര അപകടകരമാണ് എലിവിഷം. കാഴ്ചയിലും കൈകാര്യം ചെയ്യുമ്പോഴും നിരുപദ്രവകരമെന്ന് തോന്നുമെങ്കിലും എലിവിഷത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ട്. യെല്ലോ ഫോസ്ഫറസ് എന്ന രാസവസ്തുവാണ് എലിവിഷത്തിലുള്ളത്. ഇവ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ K നിർവീര്യമാക്കി ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കും. കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ അവയവങ്ങളെ തളർത്തും. ആത്മഹത്യ ചെയ്യാൻ എലിവിഷം കഴിക്കുന്നവർ ദിവസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് മരിക്കുക. 3 ദിവസമെങ്കിലും എടുക്കും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തന്നെ. അതിനിടെ വീണ്ടും ജീവിക്കണമെന്ന ആഗ്രഹം വന്നിട്ടും ഒരു കാര്യവുമില്ല. അതിജീവിച്ചാലും കരൾ മാറ്റിവെക്കൽ പോലെ ചെലവേറിയ ചികിത്സകൾ വേണ്ടിവരും. ഇത് കഴിച്ചാൽ തലവേദന, ശക്തമായ ഛർദി, വയറുവേദന, അബോധാവസ്ഥ, മഞ്ഞപ്പിത്തം, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ശ്വാസമുട്ടൽ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ ലക്ഷണങ്ങളൊന്നും അഫാനിൽ ഉണ്ടായിരുന്നില്ല. അഫാന്റെ ആന്തരിക അവയവങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ചാകാൻ വേണ്ടിയല്ല, അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കം മാത്രമാണ് ഈ എലിവിഷം കഴിക്കൽ നാടകം. ഉമ്മ പറഞ്ഞതനുസരിച്ച് കൂട്ട ആത്മഹത്യ ചെയ്യാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടുവെന്നാണ് അഫാന്റെ മൊഴി. കടബാധ്യത നെറുകയിൽ കയറിയ അഫാന്റെ കുടുംബം കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെന്നാണ് അഫാൻ തന്നെ പോലീസിൽ നൽകിയ മൊഴി. ഇക്കാര്യം വീട്ടിലും ചർച്ച ചെയ്തിരുന്നു. ഈ ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും താൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് ഇയാൾ വ്യക്തമാക്കിയത്. എന്നാൽ ഇത് ഉമ്മ പറഞ്ഞിട്ടാണോ അതോ അഫാന്റെ തന്നെ പ്ലാൻ ആയിരുന്നോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. അഫാൻ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത അറിയുകയാണ് ലക്ഷ്യം.
ഇതുമാത്രമല്ല, പോലീസിനെ കുഴപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഈ കേസിൽ ഇനി ബാക്കി കിടപ്പുണ്ട്. അതായത് പലിശയ്ക്ക് പണം കൊടുത്തവർ ആരൊക്കെയാണ്. വെഞ്ഞാറമൂട് കേസിൽ സാമ്പത്തിക കുറ്റകൃത്യവും കൂടി പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഫാനും കുടുംബത്തിനും പലിശയ്ക്ക് കൊടുത്തിരുന്നവർ ആരൊക്കെയാണ്, ഇവർക്ക് എത്രത്തോളം രൂപ തിരികെ പലിശ മാത്രം കൊടുത്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. അഫാൻ പറഞ്ഞിരിക്കുന്നതും ഈ കേസിന്റെ കാരണം, അതായത് ഈ കൂട്ടക്കൊല താൻ നടത്തിയത് കടം കയറിയത് കൊണ്ടാണ് എന്ന് അഫാൻ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ച കാരണം പലിശയാണ്. ഈ പലിശയ്ക്ക് പണം കൊടുത്തവരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ മറ്റൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്, ആരൊക്കെയാണ് ഈ പലിശയ്ക്ക് പണം കൊടുത്തവർ, അവരെക്കുറിച്ചൊന്നും അഫാനും ഷെമിയും വിട്ടു പറയുന്നില്ല. പല പേരുകളും ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് പോലീസിനെ വലിയ രീതിയിൽ കുഴപ്പിക്കുന്നുണ്ട്. 1-2 പേരുടെ കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് തട്ടത്തുമലയിലെ ബന്ധുവിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയതും മറ്റ് 2 പേരുടെ കാര്യങ്ങളും കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കുറിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിഷയം കേസായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവർക്ക് പലിശയ്ക്ക് കൊടുത്തിരുന്നവർ ഇതിലേക്ക് വന്ന് തലവെക്കാൻ സാധ്യതയില്ല. അതായത് കൊടുത്ത പണം തിരികെ ചോദിക്കാൻ വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു കേസിലേക്ക് വന്ന് തലവെക്കാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ട് അവരും ഭയന്ന് പിന്മാറിയിട്ടുണ്ടാകാമെന്ന് പോലീസും കരുതുന്നുണ്ട്. എന്നാൽ അഫാന്റെയും ഷെമിയുടെയും ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിലൂടെ ഈ പലിശക്കാരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് പോലീസും ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ആദ്യമൊക്കെ കട്ടിലിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയെന്ന് ആവർത്തിച്ചിരുന്ന ഷെമി മകൻ ആക്രമിച്ചതാണ് എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആ മൊഴിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നത് കേസിന് ബലം പകരുമെന്ന് പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വെഞ്ഞാറമൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുനരധിവാസ കേന്ദ്രത്തിലാണ് ഷെമിയെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്കായി ഷെമിയെ കഴിഞ്ഞ ദിവസം വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വൈദ്യപരിശോധന കഴിഞ്ഞതിന് ശേഷം ആശുപത്രി വിട്ടുവെങ്കിലും അടുത്ത ദിവസങ്ങളിലും പരിശോധന തുടരും. ഇതിന് ശേഷമാണ് പോലീസിന് കൃത്യമായ ഒരു മൊഴി ഷെമിയിൽ നിന്ന് എടുക്കാൻ കഴിയുകയുള്ളൂ. അതിൽ നിന്ന് വേണം ഈ പലിശക്കാരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസിന് ചോദിച്ചറിയാൻ. അഫാനാണ് ആക്രമിച്ചതെന്ന് ഷെമി വ്യക്തമാക്കിയെങ്കിലും അവനെ ഒന്ന് കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത്തരം ഒരു കൂടിക്കാഴ്ച പോലും വേണ്ട എന്ന് കടുപ്പിക്കുകയാണ് റഹീം. അവനിനി നമ്മുടെ മകനല്ല എന്ന് ഭാര്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അവനുവേണ്ടി ഒരു നിയമത്തിന് മുന്നിലും യാചിക്കാൻ പോകില്ല, ആരെയും അതിനുവേണ്ടി കാണാൻ പോകില്ല എന്നും അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. അഫ്സാനെ കൊന്നതിന് മാപ്പ് കൊടുക്കില്ല. മാർച്ചല്ലേ, പരീക്ഷാകാലമാണ്. കുട്ടികളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടുകയാണ്. എൻ്റെ കുഞ്ഞും ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ പരീക്ഷയ്ക്ക് പോകേണ്ടതല്ലേ. വലിയ അവധിക്ക് ഉപ്പയെ കാണാൻ വരുമെന്ന് പറഞ്ഞ മോന, അവനെ ഒന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഖബറിൽ പോയി കരയാനല്ലേ എൻ്റെ വിധിയെന്ന് അദ്ദേഹം ഹൃദയം നുറങ്ങി പറയുന്നത്. കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ കഴിഞ്ഞു അവന്? ഇക്ക എന്ന് വിളിച്ച് പിന്നാലെ നടന്നിരുന്നതല്ലേ. എൻ്റെ കുഞ്ഞിനെയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ? പൊട്ടിക്കരയുകയാണ് ആ മനുഷ്യൻ. കൂട്ടക്കൊലപാതകം നടന്ന ആ വീട്ടിലേക്ക് ഇനി പോകാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. കൂട്ടക്കൊലപാതക കേസിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. സഹോദരൻ അഫ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ വീട്ടിലടക്കം 8 ഇടങ്ങളിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരങ്ങൾ. 3ാം ഘട്ട തെളിവെടുപ്പിന്റെ ഭാഗമായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം പ്രതിയുമായി എത്തിയത് പേരുമലയിലെ പ്രതിയുടെ വീട്ടിലേക്കായിരുന്നു. ശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും പെപ്സി, മുളകുപൊടി, ചുറ്റിക, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പോലീസ് നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.